ഉമർ ലൈല കഥയുടെ ഭാഗം 2. കഥ ആരംഭിക്കുന്നു. ഉമ്മയോട് യാത്ര പറഞ്ഞ് ആടുകളുമായി ലൈല പുറപ്പെട്ടു. എപ്പോഴും ലൈല കുന്നിൻ ചെരുവിലേക്കാണ് ആടുകളെ മേയ്ക്കാൻ പോകുന്നത്. എന്നാൽ ഇന്ന് ഉമറിനെ കാണുവാനായി ലൈല ആടുകളുമായി പുഴയ്ക്കരികിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ലൈല ആടുകളോട് പറയുന്നുണ്ട്, ഇന്നു നിങ്ങൾ പുഴയ്ക്കരികിൽ നിന്നും പുല്ല് തിന്നാൽ മതി കേട്ടോന്ന്. ലൈലയും ആടുകളും പുഴയ്ക്കരികിലെത്തി. ആടുകൾ ഓടി പുഴയ്ക്കരികിലെ പുല്ല് തിന്നുവാനും വെള്ളം കുടിക്കുവാനും തുടങ്ങി. ലൈല പതിയെ ഉമറിനെ തിരക്കുവാൻ തുടങ്ങി. ഇന്നലെ കണ്ട സ്ഥലത്ത് ഉമറിനെ കാണുന്നില്ലല്ലോ. ഉമറിൻ്റെ കുതിരയെയും കാണുന്നില്ല. അപ്പോൾ ലൈലയ്ക്ക് വളരെ വിഷമമായി. ഉമർ പോയെന്ന് അവൾ മനസ്സിലാക്കി. ലൈല വളരെ വിഷമത്തോടെ തല കുനിഞ്ഞ് ആടുകൾക്കരികിലേക്ക് നടന്നു. ആമി ഓടി ലൈലയുടെ അടുത്തേക്ക് വന്നു. എന്നോട് വരാൻ പറഞ്ഞിട്ട് പറയാതെ പോയല്ലോ ആമി എന്ന് ലൈല ആമിയോട് പറഞ്ഞു. വിഷമത്തോടെ ലൈല ആടുകളുമായി തിരികെ പോരാൻ തുടങ്ങി. എന്നാൽ ആടുകളുമായി തിരികെ പോകുന്ന ലൈലയെ ഉമർ മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ലൈല, ഉമർ ഉറക്കെ വിളിച്ചു. ലൈല വേഗം തിരിഞ്ഞു നോക്കി. ഉമർ ലൈല വരുന്നത് കണ്ട് മറഞ്ഞു നിന്നതാണെന്ന് ലൈലയ്ക്ക് മനസ്സിലായി. ഉമർ ലൈലയോട് ചോദിച്ചു, എന്നെ കാണാതെ ലൈലയ്ക്ക് വിഷമമായോ? ഞാൻ കണ്ടല്ലോ ലൈലയുടെ മുഖം വാടുന്നത്. ലൈല എന്തു പറയണമെന്നറിയാതെ പുഞ്ചിരിച്ചു നിന്നു. ഇരുവരും പരസ്പരം കണ്ട സന്തോഷത്തിലായിരുന്നു. ലൈല പറഞ്ഞു, ഞാൻ ഇന്നലെ ഉമ്മയോട് ഉമറിൻ്റെ കാര്യം പറഞ്ഞു. ഉമ്മ വീട്ടിലേക്ക് ക്ഷണിക്കാത്തതെന്തെന്ന് ചോദിച്ചു. ഉമർ വീട്ടിലേക്ക് വരുമോ? അതിനെനിക്ക് ലൈലയുടെ വീട്ടിലേക്കുള്ള വഴി അറിയില്ലല്ലോ. ഉമർ പറഞ്ഞു, അതിനെന്താ, ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉമറും എന്നോടൊപ്പം വന്നോളൂ. അവർ ആട്ടിൻകൂട്ടങ്ങളുമായി ഒരുമിച്ച് ലൈലയുടെ വീട്ടിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ ഉമർ ലൈലയോട് പറഞ്ഞു, ലൈല, ഞാനൊരു കാര്യം പറയട്ടെ? ലൈല പറഞ്ഞു, പറഞ്ഞോളൂ. ഉമർ തുടർന്നു, ലൈല, നീ വളരെ സുന്ദരിയാണ്. ഞാൻ എൻ്റെ നാട്ടിലൊന്നും ലൈലയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ലൈല നാണം കൊണ്ട് തലകുനിച്ചു. അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ലൈലയുടെ മുഖത്തെ നാണം കണ്ട് ഉമർ പുഞ്ചിരിച്ചു. ഇരുവരും അങ്ങനെ ലൈലയുടെ വീട്ടിലേക്കെത്തി. ലൈല ഉമ്മയെ ഉമറിന് പരിചയപ്പെടുത്തി. ഉമ്മ ഉമറിനെ കണ്ട സന്തോഷത്തിൽ ഉടൻ തന്നെ ഉമറിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കഴിക്കാൻ ആഹാരവും പാനീയങ്ങളും കൊണ്ടുവന്നു. ഉമറിനെ കഴിക്കാൻ നിർബന്ധിച്ചു. ഉമ്മയുടെ സൽക്കാരവും സ്നേഹവും കണ്ട് ഉമറിനും സന്തോഷമായി. ഉമറിനെ നോക്കി ഉമ്മ പറഞ്ഞു, മോൻ്റെ കാര്യം ലൈല ഇന്നലെ എന്നോട് പറഞ്ഞു. മോൻ എവിടുന്നാ വരുന്നത്? ഉമർ മറുപടി പറഞ്ഞു, ഞാൻ വരുന്നത് അറക്കൽ കോട്ടയിൽ നിന്നാണുമ്മ. അറക്കൽ കോട്ട എന്ന് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖം വാടി. ഉമർ അത് ശ്രദ്ധിച്ചു. എന്താ ഉമ്മ, ഞാൻ അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞോ? ഉമ്മ വിഷമത്തിലായല്ലോ. ഉമ്മ പറഞ്ഞു, അല്ല മോനെ, ലൈലയുടെ ഉപ്പയെക്കുറിച്ച് ഓർത്തുപോയി. ഉമർ ചോദിച്ചു, ഉപ്പയ്ക്ക് എന്തു പറ്റി? ചോദിക്കണമെന്ന് ഞാനും കരുതിയതാണ്. പറയൂ ഉമ്മ, എന്താണ് ലൈലയുടെ ഉപ്പയ്ക്ക്? ഉമ്മ പറഞ്ഞു, ലൈലയുടെ ഉപ്പയുടെ പേര് അബു ഹസൻ എന്നാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അറക്കൽ കോട്ടയിലേക്ക് ജോലി തിരഞ്ഞു പോയതാണ്. ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് ഒരു വിവരവുമില്ല. തിരക്കി പോകാൻ ആരും തന്നെയില്ല. അദ്ദേഹം പോയതിനു ശേഷം ഞാനും എൻ്റെ മകളും ഒറ്റയ്ക്കായി. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞു പോകുന്നത്. അടുത്ത വീട്ടിൽ പ്രായം ചെന്ന ഒരു ഉപ്പയുണ്ട്. കാസിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് കുറച്ചു ആടുകളെ തന്ന് സഹായിച്ചത്. ആടുകളാണ് ഞങ്ങൾക്ക് ആകെയുള്ള വരുമാനം. ലൈലയുടെ ഉപ്പയ്ക്ക് എന്തു പറ്റിയെന്ന് ഒരു വിവരവുമില്ല. ഇപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ഉമ്മ പൊട്ടിക്കരഞ്ഞു. ലൈലയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ഉമർ ഉമ്മയെയും ലൈലയെയും ആശ്വസിപ്പിച്ചു. ഉമർ പറഞ്ഞു, വിഷമിക്കേണ്ട ഉമ്മ, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ചു നോക്കാം. ഉറപ്പായും ലൈലയുടെ ഉപ്പയുടെ വിവരവുമായി ഞാൻ മടങ്ങി വരും. ഉമ്മയിൽ നിന്നും ഉപ്പയുടെ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഉമർ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. ഒപ്പം ലൈലയും വഴികാട്ടാനായി ഉമറിൻ്റെ കൂടെ പോയി. പുഴയ്ക്കരികിൽ ചെന്ന് കുതിരയെയും കൂട്ടി ഉമറിൻ്റെ അറക്കൽ കോട്ടയിലേക്ക് യാത്ര തുടരാൻ വേണ്ടി ലൈലയും ഉമറിനൊപ്പം പുഴയ്ക്കരികിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഉമർ ലൈലയോട് പറയുകയാണ്, ലൈല, ഉപ്പയെക്കുറിച്ചോർത്ത് നീ ദുഃഖിക്കണ്ട. ഞാൻ ഉപ്പയുടെ വിവരങ്ങൾ തിരക്കി ഉടൻ മടങ്ങി വരും. വരുമ്പോൾ എനിക്ക് ഉമ്മയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലൈല ചോദിച്ചു, ഉമ്മയോട് എന്ത് കാര്യം പറയാനാണ്?
ലൈലയെ എനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും. ഉമ്മയുടെ സമ്മതത്തോടെ എനിക്ക് ലൈലയെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം. ലൈല ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ തലകുനിഞ്ഞു നിന്നു. ഉമറിനോടുള്ള സ്നേഹം ലൈലയുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഉമർ വീണ്ടും പറഞ്ഞു, ഞാൻ യാത്രയാകുകയാണ് ലൈല. ലൈലയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാലും ഉപ്പയുടെ വിവരങ്ങൾ അറിയാൻ എനിക്ക് പോയേ തീരൂ. ശേഷം ഉമർ തൻ്റെ കുതിരയ്ക്കരികിലെത്തി കുതിരപ്പുറത്തു കയറി ലൈലയോട് യാത്ര പറഞ്ഞു. ലൈല പറഞ്ഞു, ഉമർ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. ഇരുവരും വളരെ വിഷമത്തോടെ യാത്ര പറഞ്ഞു. ലൈല ഉമറിന് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു. ഉമർ കുതിരയുമായി യാത്ര തുടങ്ങി. ദൂരേക്ക് പോയി മറയുന്ന ഉമറിനെ തന്നെ കണ്ണീരോടെ ലൈല നോക്കി നിന്നു.